ഹായ് ഓൾ, ലേൺ വിത്ത് പുണ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കാർ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുതുതായിട്ട് എടുക്കുമ്പോഴോ ഒക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കോട്ട് മാക്സിമം കോസ്റ്റ് എഫക്റ്റീവായിട്ട് പൈസ കുറച്ച് കിട്ടുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞൊരു വർഷമായിട്ട് ഇൻഷുറൻസ് റിന്യൂ ചെയ്തവർക്കും അല്ലെങ്കിൽ പുതുതായിട്ട് എടുത്തവർക്കൊക്കെ തോന്നിക്കാണും അല്ലേ, നമ്മുടെ ഇൻഷുറൻസിൻ്റെ റേറ്റ് പൈസ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്കാർ പറയുന്നുണ്ട്. അതായത് കാറിൻ്റെ റിപ്പയർ കോസ്റ്റ് ഒരുപാട് കൂടിയതുകൊണ്ടാണെന്നൊക്കെയാണ്. അപ്പോൾ പക്ഷെ നമുക്ക് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റ് നിൽക്കുന്ന രീതിയിൽ കോസ്റ്റ് കുറച്ച് എങ്ങനെയാണ് നമ്മൾ കാർ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് പുണ്യ, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് കാറിൻ്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ പുതിയ കാറിൻ്റെ ഇൻഷുറൻസ് എടുക്കുമ്പോഴായാലും കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നമുക്ക് കാറിൻ്റെ ഇൻഷുറൻസിൻ്റെ എമൗണ്ടിൽ ഭീമമായ വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ എൻ്റെ കാർ ഇപ്പം ഇൻഷുറൻസ് റിന്യൂ ചെയ്തായിരുന്നു. അപ്പോൾ റിന്യൂ ചെയ്യുമ്പോൾ ഇനീഷ്യൽ കോട്ട് വന്നത് ഏകദേശം 1450 അടുത്തുള്ള എമൗണ്ട് ആയിരുന്നു വന്നത്. അത്രയും പൗണ്ട്സ് ആയിരുന്നു വന്നിരുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പല പോയിന്റുകളും പല ട്രിക്സൊക്കെ ഞങ്ങൾ അതിൻ്റെ ഫീച്ചേഴ്സിൽ ആഡ് ചെയ്ത് കൊടുത്തപ്പം ഞങ്ങൾക്ക് മുന്നത്തെ എൻ്റെ പോളിസിയിൽ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് ഒന്നും കുറഞ്ഞിട്ടുമില്ല. എക്സ്ട്രാ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനും പറ്റി. എന്നിട്ട് നമുക്ക് കോസ്റ്റ് ഏകദേശം 800 താഴേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. അപ്പം അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അതിന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഫറൻസ് വളരെ വലിയൊരു ഡിഫറൻസ്. ഏകദേശം ഹാഫ് എമൗണ്ടോളം നമുക്ക് കുറഞ്ഞു കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കും ഇതിലൂടെ നമുക്ക് വരാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പോളിസി ഓൾറെഡി ഒരു വർഷം ഹോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ റിന്യൂ ചെയ്യുന്നവരെയാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ പോളിസി കണ്ടിന്യൂസ്ലി റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എത്രയാണ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. കാർ ഇൻഷുറൻസിൻ്റെ ഇതെടുക്കുമ്പോൾ നമ്മൾ ഒന്നും മറച്ചു വെക്കില്ല. എല്ലാം സത്യസന്ധമായിട്ടുള്ള ഡേറ്റ വേണം കൊടുക്കാൻ. കാരണം നമുക്ക് പിന്നീട് അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ചത് ക്ലെയിം കിട്ടാതെ പോകരുത്. അതുകൊണ്ട് എല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ കാർ ഇൻഷുറൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കാവൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ഇൻഷുറൻസ് പ്രൈസ് കോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് പ്രൈസ് കമ്പയർ ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട്. അതിൽ നമ്മൾ ആദ്യം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് നോക്കുക, നമുക്ക് എത്രയൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ വെബ്സൈറ്റ് ഉണ്ട്. അതായത് confuse.com അല്ലെങ്കിൽ യൂസ്വിച്ച് അല്ലെങ്കിൽ കമ്പയർ മാർക്കറ്റ്, അങ്ങനെ കുറച്ച് വെബ്സൈറ്റുകളുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും നമുക്ക് കിട്ടാൻ പോകുന്ന കോട്ടുകൾ. അങ്ങനെ പ്രൈസ് കമ്പയർ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ബ്രൗസറിനകത്ത് പ്രൈവറ്റ് ടാബ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലാണെങ്കിൽ ഇൻകോഗ്നിറ്റോ ടാബ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ടൈം. അതായത് ഇപ്പം നിങ്ങളുടെ പോളിസി എൻഡ് ആവാൻ പോകുന്നതിന് 2 ദിവസം മുമ്പ് ഓടിപ്പോയി ഒരു പോളിസി എടുക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങളുടെ പ്രൈവസി റിന്യൂ ആവാൻ പോകുന്നതിന് 1 മാസം മുമ്പ്, അതായത് ഒരു 4 വീക്സ് മുമ്പ് നിങ്ങളൊരു കോട്ട് എടുത്ത് നോക്കുക. അത് കഴിഞ്ഞ് 3 വീക്സ് മുമ്പ് ഒരു കോട്ട് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈസ് ഡിഫറൻസ് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ചിന്തിച്ചാലോചിച്ച് ടൈം സ്പെൻഡ് ചെയ്തെടുക്കാനുള്ള ടൈം അവിടെ ഉണ്ടാവും. നമ്മൾ അറ്റ് എൻഡിൽ പോയിട്ട് പുതിയൊരു പോളിസിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് ഇരിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ വാല്യൂ ആണ് അല്ലേ. നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വെബ്സൈറ്റിൽ ഇപ്പോൾ നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ ചോദിക്കുന്നതാണ് കാറിൻ്റെ വാല്യൂ എത്രയാണെന്ന് അല്ലേ. നമ്മുടെ കാറിൻ്റെ ഏകദേശം പ്രൈസ് ഒരു 8000 പൗണ്ട്സ് ആണെങ്കിൽ തന്നെ നമ്മൾ പ്രൈസ് കമ്പാരിസൺ വെബ്സൈറ്റിൽ പോകുമ്പോൾ 8000 അല്ലെങ്കിൽ 8100 ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസിൽ കാറിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ്റെ അവിടെ നിങ്ങൾക്ക് ഒരു 7999 അങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കാം. അതായത് ഇപ്പോൾ 1 പൗണ്ട് കുറച്ച് അങ്ങനെയൊക്കെയുള്ള എമൗണ്ട് അടിച്ചു കൊടുക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് വരാനില്ല. പക്ഷേ അത് ഈ പ്രൈസ് വെച്ചിട്ട് ഈ റൗണ്ട് എമൗണ്ട് വെച്ചിട്ട് നോക്കുന്നതിനെക്കാട്ടിലും ഒരു ബെറ്റർ പ്രൈസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 രൂപ കുറച്ചോ അല്ല 1 രൂപ കൂട്ടിയോ, 1 രൂപ അല്ല 1 പൗണ്ട് കുറച്ചോ 1 പൗണ്ട് കൂട്ടിയോ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ കാറിൻ്റെ സേഫ്റ്റി ഫീച്ചറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. അതായത് ഡാഷ് ക്യാം ഉണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഡാഷ് ക്യാം ഇല്ലായിരിക്കും, അപ്പോൾ നമ്മൾ ഇല്ലാന്നായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ഫീച്ചർ കുറവല്ലേ. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഡാഷ് ക്യാം ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 പൗണ്ട്സ് അതിനൊക്കെ നമുക്ക് ഡാഷ് ക്യാം കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് വില കുറഞ്ഞ് വേറെ എവിടെയെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റും അല്ലേ. പല ഓപ്ഷൻസ് ഉണ്ടല്ലോ പൈസ കുറച്ച് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇബേയിലോ ആമസോണിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് പൈസയ്ക്ക് ഒരു ഡാഷ് ക്യാം മേടിക്കാൻ പറ്റും. പക്ഷേ ഡാഷ് ക്യാം ഉണ്ട് എന്നുള്ള ഫീച്ചർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 50ക്ക് മുകളിൽ പൈസ കുറച്ചായിട്ട് നമുക്ക്, അതായത് സേഫ്റ്റി ഫീച്ചർ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഇൻഷുറൻസിൽ വരുമ്പോൾ പൈസ നമുക്ക് കുറച്ച് കിട്ടാൻ ഗുണം കിട്ടും.
അപ്പം നമ്മൾ അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും രൂപ ചിലവിലാണ് നമ്മൾ ഡാഷ് ക്യാം വെച്ചെങ്കിൽ കൂടെ നമുക്ക് 1 വർഷം 2 വർഷം നമുക്ക് ഇനി അങ്ങോട്ട് എന്തായാലും പോളിസി വേണം അല്ലേ. അപ്പം ഇനി അങ്ങോട്ട് പോളിസി എടുക്കുമ്പോഴായാലും എപ്പോഴും നമുക്ക് ഇതിൻ്റെ ഒരു കുറവ് എപ്പോഴും നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. പ്ലസ് നമുക്കൊരു സേഫ്റ്റി ഫീച്ചർ ആഡ് ചെയ്യണം അല്ലേ ഡാഷ് ക്യാം ഉള്ളത്. നമുക്കൊരു പ്രൂഫാണ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമ്മൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ട. അപ്പോൾ നമുക്കൊരു പ്രൂഫ് നമുക്ക് ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം മൾട്ടി യൂസ് ആണ് അതിന് അതുകൊണ്ട്. അപ്പോൾ അത് £50 ചിലവാക്കി നമുക്ക് ആമസോണിൽ നിന്ന് മേടിച്ച് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ യൂട്യൂബ് നോക്കിയിട്ട്. അടുത്ത് നമുക്ക് ഇൻഷുറൻസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വേർ ഡു യു പാർക്ക് ദ കാർ എന്ന് കേട്ടോ. അതായത് ഓവർനൈറ്റ് ആയാലും എപ്പോഴായാലും നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നത് എവിടെയാണെന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പം മിക്കവാറും ഇവിടെ ഉള്ളവർക്കൊക്കെ സ്ട്രീറ്റിലായിരിക്കും നമ്മൾ പാർക്ക് ചെയ്യുന്നത്, റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിരിക്കും വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഗ്യാരേജ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു സേഫ് പ്ലേസ് പാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസിനെ ഗുണം ചെയ്യും. അത് ഇൻഷുറൻസിന് എമൗണ്ട് കുറച്ച് തരും. പക്ഷേ നമ്മൾ സ്ട്രീറ്റിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കുറച്ച് അവിടെ കുറച്ച് റിസ്ക് ഉണ്ട് അല്ലേ. അതായത് മോഷണം പോകാൻ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾ വന്ന് ഇടിക്കാൻ പിന്നെ അങ്ങനെയൊക്കെയുള്ള റീസൺസ് ഉള്ളത് കൊണ്ട് അവിടെ നമുക്ക് പൈസ ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾ സത്യസന്ധമായിട്ട് എവിടെയാണ് പാർക്ക് ചെയ്യുന്നുള്ള കാര്യം കൊടുത്താൽ മതി. പിന്നൊരു കാര്യം നമ്മുടെ ഇൻഷുറൻസിൻ്റെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് നിങ്ങളുടെ പോസ്റ്റ് കോഡാണ്, അതായത് നിങ്ങളുടെ അഡ്രസ്സ്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ പോസ്റ്റ് കോഡിൽ എത്രത്തോളം ക്രൈം റേറ്റ്, ആക്സിഡൻറ്റ് റേറ്റ്, പിന്നെ ഈ സ്റ്റോളൻ വണ്ടി മോഷണം പോകുന്ന റേറ്റ് ഒക്കെ കൂടുതലാണെങ്കിൽ അപ്പോൾ അവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇൻഷുറൻസിൻ്റെ റേറ്റ് കൂടി വരാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം വലിയ കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് ചില ഏരിയയിലുള്ളവർക്ക് പൈസ കൂടുതലും ചില ഏരിയയിലുള്ളവർക്ക് നമ്മൾ സെയിം കാറാണെങ്കിൽ കൂടെ പൈസ കുറഞ്ഞ് കിട്ടാനുള്ള കാരണം അതാണ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ 2 ഫാക്ടേഴ്സ് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അല്ല. നമുക്ക് സത്യസന്ധമായിട്ട് തന്നെ കൊടുക്കുക, എവിടെയാണ് പാർക്ക് ചെയ്യുന്നുള്ള കാര്യം നമ്മുടെ അഡ്രസ്സ് നമുക്ക് സത്യസന്ധമായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് വലിയ ചേഞ്ചസ് വരുത്താൻ പറ്റത്തില്ല. പക്ഷെ അത് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നുള്ള ഓപ്ഷൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആനുവലി ആണോ മന്ത്ലി ആണോ എന്നുള്ളതാണ് അല്ലേ. അപ്പം നിങ്ങൾ മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യുന്നെങ്കിൽ എന്തായാലും കുറച്ച് പൈസ കൂടുതലായിരിക്കും വരുന്നത് അല്ലേ. £100-200 വ്യത്യാസം വരും. ഇപ്പം നിങ്ങൾ ആനുവലി പേ ചെയ്യാനാണെങ്കിൽ ഒരുമിച്ച് അടയ്ക്കണം, ഒരുമിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരുമിച്ച് പൈസ അടയ്ക്കുമ്പോൾ അതങ്ങ് കഴിഞ്ഞു. നമ്മൾ മന്ത്ലി പേ ചെയ്യാൻ തീരുമാനിക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് പിന്നെ നമ്മൾ ഇനിഷ്യൽ പേയ്മെൻറ്റ് കുറച്ച് കൂടുതലായിട്ടൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, മന്ത്ലി പേ ചെയ്യുമ്പോൾ ഞാൻ 6 മാസം കൊണ്ട് പേ ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപയായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ച് പേ ആണെങ്കിൽ ഇത്ര പൈസ പോകത്തുള്ളൂ എന്നുള്ളത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇൻഷുറൻസ് റിന്യൂ ആവുന്ന സമയം നമുക്ക് ഏകദേശം അറിയാം അല്ലേ. അപ്പോഴേ ഒരു 2-3 മാസം കൊണ്ട് പൈസ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് അടയ്ക്കുന്നതായിരിക്കും എപ്പോഴും ബെനിഫിഷ്യലായിട്ട് വരുന്നത്, പൈസ കുറച്ച് വരുന്നത്. പിന്നെ ഓക്യുപ്പേഷൻ, നിങ്ങളുടെ ഓക്യുപ്പേഷൻ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് വന്നവരൊക്കെ ചിലപ്പോൾ അൺഎംപ്ലോയിഡ് ആയിരിക്കും ഓക്യുപ്പേഷനായിട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്താൽ പ്രൈസ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്, ഒരിക്കലും കുറഞ്ഞ കോട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ റിന്യൂ ചെയ്യുന്ന സമയമാകുമ്പം ഏകദേശം നമുക്കൊരു 1 ഇയർ ആയിക്കാണും ജോലിയൊക്കെ ആയിക്കാണും അല്ലേ. നമുക്ക് നിങ്ങളുടെ ജോബ് ടൈറ്റിൽ എംപ്ലോയിഡ് ആണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഡിഫറൻസ് അതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളുടെ കോട്ടും നമുക്ക് ജോലിയുണ്ട് ആ ജോബ് ടൈറ്റിൽ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആ ഇൻഷുറൻസിൻ്റെ കോട്ടിൽ പ്രൈസിൽ വരാവുന്നതാണ്. അടുത്ത ഏജ് ആണ്. ഏജ് ഓഫ് ദ ഡ്രൈവർ ഒരു വലിയ ഫാക്ടറാണ്. അത് നല്ലൊരു റോൾ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ 25 ഇയേഴ്സിൽ താഴെയായിട്ടുള്ള ആളാണെങ്കിൽ ഇൻഷുറൻസ് റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ നിങ്ങളുടെ ഏജ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ റേറ്റ് കുറഞ്ഞ് വരുന്നത് കാണാം. നമ്മൾ എത്രത്തോളം മെച്യൂർ ആയിട്ടുള്ള ഡ്രൈവർ ആണെന്നനുസരിച്ച് പോളിസിയുടെ റേറ്റ് കുറഞ്ഞു വരുന്നത് കാണും. അതുപോലെ അടുത്താണ് നമ്മുടെ ലൈസൻസിൻ്റെ ഫാക്ടർ. അതായത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ലൈസൻസ്, നിങ്ങൾ ഫുൾ UK ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അത് എത്ര മാസമായി നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടായിട്ട്, അല്ലെ എത്ര നാളും കൊണ്ട് നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ട് എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ചിലരുടെ കയ്യിൽ കാണില്ല, ആദ്യമൊക്കെ എടുക്കുമ്പോൾ ഇന്ത്യൻ ലൈസൻസ് വെച്ചായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ നിങ്ങൾ പ്രൊവിഷണൽ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രൊവിഷണൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അത്യാവശ്യം പ്രൊവിഷണൽ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ അതുണ്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫുൾ UK ലൈസൻസ് ഉണ്ട്, അത് എത്ര മന്ത്സായിട്ടുണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസിൽ ഡിഫറൻസ് വരുന്നത് കാണും. പിന്നെ നമ്മുടെ ഇൻഷുറൻസിൻ്റെ കോട്ടിനെ ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കാറിൻ്റെ എത്ര മൈലേജ്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം വണ്ടി യൂസ് ചെയ്യുന്നു, എത്ര അവേഴ്സ് അല്ലെങ്കിൽ എത്ര മൈലേജ് ഓടിക്കുന്നു എന്നുള്ളത്. 1 ഇയറിൽ എത്രത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. പോളിസി റിന്യൂ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഏകദേശം 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് 1 ഇയർ ആയിട്ടോ 2 ഇയർ ആയിട്ടോ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക് ആവറേജ് എത്രമാത്രമായിരിക്കും നിങ്ങളുടെ മൈലേജ് എന്ന്, എത്രമാത്രം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ച് ഒരു ആവറേജ് ആയിട്ട് വേണം ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം 5000 ആണ് ഇടുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾ 5000 ഇട്ടിട്ട് നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുന്നു, അതായത് 6000 7000 ഒക്കെ യൂസ് ചെയ്യുമ്പം ഓവറായിട്ടുള്ള യൂസേജ് ആയിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ 5000 ഇട്ടിട്ട് നമുക്ക് ആവശ്യമേ ഇല്ല, നമ്മൾ യൂസേ ചെയ്യുന്നില്ല, കുറവാണെങ്കിലും അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആവശ്യകത, നമ്മുടെ ഏകദേശം ഒരു യൂസേജ് അനുസരിച്ച്, അപ്പോൾ ഈ 2 വർഷം കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് നമുക്ക് മനസ്സിലാക്കണമല്ലോ നമുക്ക് എത്രത്തോളം ആവശ്യകത ഉണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക.
അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് നമ്മുടെ കൂടെ ഒരു കോ ഡ്രൈവറിനെ ആഡ് ചെയ്യുന്ന ഇൻഷുറൻസിൽ. അങ്ങനെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അങ്ങനെ ആഡ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉള്ള കുറേ നാളുടെ UK ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ആഡ് ചെയ്തതെങ്കിൽ നമ്മുടെ പ്രൈസ് കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അതായത് അവർ കുറച്ച് മെച്ചൂർ ഡ്രൈവർ അല്ല, അപ്പോൾ അവരെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രൈസ് കുറഞ്ഞു വരാൻ പറ്റും. പിന്നെ അത് ഒരു ലേഡി ഡ്രൈവർ ആണെങ്കിൽ നന്നായിട്ട് പൈസ കുറഞ്ഞു വരും. ഫീമെയിൽ ആയിട്ടുള്ള ആളാണെങ്കിൽ നന്നായിട്ട് പൈസ കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. അതിന് കാരണം റിസർച്ചസ് ഒക്കെ പറയുന്നത് ലേഡി ഡ്രൈവേഴ്സാണ് കൂടുതൽ കെയർഫുൾ എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലേഡി ഡ്രൈവറെ നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ UK ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ലേഡി ഡ്രൈവറെ നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് നമ്മളെപ്പോലെ തന്നെ ഒരു പുതിയ ലൈസൻസ് കിട്ടിയ പുതിയ ഹോൾഡറെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ പ്രൈസ് കൂടും. കാരണം നമ്മൾ രണ്ടുപേരും പുതിയ ഡ്രൈവേഴ്സാണ് അല്ലേ, പുതിയ ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് റിസ്ക് കൂടുതലാണ്ട് അവർ പ്രൈസ് കൂടിയേ വരത്തുള്ളൂ. അടുത്ത നമ്മുടെ കാർ ഇൻഷുറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് നമ്മുടെ കാർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ ഇൻഷുറൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു യൂസ് ദ കാർ ഫോർ എന്നാണ്. അപ്പോൾ നമ്മൾ ആ കാർ എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. അതിന് ആൻസർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ട്, 3 ഓപ്ഷൻസ് ഉണ്ട്. അതിനുവേണ്ടി ഫസ്റ്റ് വരുന്ന ഓപ്ഷനാണ് സോഷ്യൽ ഡൊമസ്റ്റിക് ആൻഡ് പ്ലഷർ. പിന്നെ വരുന്ന ഓപ്ഷനാണ് സോഷ്യൽ ഡൊമസ്റ്റിക് പ്ലഷർ ആൻഡ് കമ്മ്യൂട്ടിങ്. പിന്നെ വരുന്നതാണ് സോഷ്യൽ ഡൊമസ്റ്റിക് പ്ലഷർ കമ്മ്യൂട്ടിങ് ആൻഡ് ബിസിനസ്. അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ പർപ്പസ് അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ സോഷ്യൽ ഡൊമസ്റ്റിക് ആൻഡ് പ്ലഷറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കുറഞ്ഞിരിക്കും. അതായത് നമ്മുടെ കുറച്ച് ആവശ്യങ്ങൾക്ക്, നമ്മുടെ ഷോപ്പിങ്ങിന്, നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലാണ് അങ്ങനെ വരുന്നത്. പിന്നെ നമ്മൾ സോഷ്യൽ ഡൊമസ്റ്റിക് പ്ലഷർ ആൻഡ് കമ്മ്യൂട്ടിങ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് വർക്ക് പ്ലേസ് വരെ മാത്രം നമ്മൾ പോകുന്നുള്ളൂ, അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പൈസ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അന്നേരം അത് ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓഫീസിലേക്കുള്ള യാത്രയുടെ ആ ട്രിപ്പും കൂടെ നമ്മുടെ ഇൻഷുറൻസിൽ കവേർഡ് ആയിരിക്കും. ഇതിനൂടെ ബിസിനസ്സും കൂടെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ സ്ഥലത്തേക്ക് പോകേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ ബിസിനസ്സും കൂടി ആഡ് ചെയ്യേണ്ടി വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ കെയർ ഗിവിംഗ് സെറ്റപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പല വീടുകളിൽ പോയി കെയർ കൊടുക്കണം അല്ലേ. അപ്പോൾ പല വീടുകളിൽ പോയി കെയർ കൊടുക്കുന്ന സെറ്റപ്പ് ആകുമ്പോൾ നമ്മൾ ഒരിടത്തേക്ക് മാത്രമല്ല പല അടുത്ത് ട്രാവൽ ചെയ്യേണ്ടി വരും അല്ലേ, നമ്മുടെ ജോലി സംബന്ധമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് കൂടി ആഡ് ചെയ്യേണ്ടി വരും. പിന്നുള്ളൊരു ഫാക്ടറാണ് നമ്മൾ ടെലിമാറ്റിക് ബോക്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് ആഡ് ചെയ്യുന്ന ഓപ്ഷന്. അപ്പോൾ അതിന് നമ്മൾ ഓക്കെ ആണെങ്കിൽ, അത് ആഡ് ചെയ്യാൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മുടെ പൈസ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് ഡിവൈസ് വീട്ടിലേക്ക് അയച്ചു തരും. നമ്മുടെ കാറിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് യൂഷ്വലി വരുന്നത് പുതിയ ഡ്രൈവേഴ്സിന്, ന്യൂ ഡ്രൈവേഴ്സിനായിരിക്കും അത് വരുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് പൈസ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഡിവൈസ് നമ്മൾ കാറിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് അവർക്ക് ആക്സസ് ചെയ്യാം, എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് കുറച്ചാൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഡിവൈസ് തിരിച്ചയച്ചു കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ നമുക്കത് നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കും, നമുക്ക് നല്ലൊരു ഗുഡായിരിക്കും. നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗുഡായിരിക്കും. പിന്നെ ഒരു വലിയ ഇൻഫ്ലുവൻസ് വരുന്ന ഒരു ഫാക്ടറാണ് തേർഡ് പാർട്ടി വേണോ കോംപ്രിഹെൻസീവ് വേണോ എന്നുള്ളത്. അപ്പം തേർഡ് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ പ്രൈസിൽ ചിലപ്പോൾ കുറച്ച് ഡിഫറൻസ് വരുന്നതാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമുക്ക് ഹോൾ സപ്പോർട്ട് വേണം അല്ലേ. അപ്പോൾ കോംപ്രിഹെൻസീവ് എടുത്താൽ മാത്രമേ നമുക്ക് നാട്ടിലെ ഫുൾ കവർ പോലെ എല്ലാ സപ്പോർട്ടും കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചിലതിനകത്ത് കോംപ്രിഹെൻസീവ് ആയിരിക്കും കുറവ്, ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കും കുറവ്. പക്ഷെ അത് ചെറിയൊരു ഡിഫറൻസ് ആയിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കാൻ പോകരുത്. നമ്മളെപ്പോഴും കോംപ്രിഹെൻസീവ് തന്നെ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നുള്ള ഒരെണ്ണമാണ് മൾട്ടി ഇൻഷുറൻസ്. അതായത് നിങ്ങളിപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിനകത്ത് തന്നെ നിങ്ങളുടെ വീടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ അതും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10% വ്യത്യാസം ഈ ഇൻഷുറൻസിൽ വരാൻ ചാൻസ് ആണ്. അതായത് നിങ്ങളുടെ ഓൾറെഡി ഉള്ള വീട്, മറ്റൊരു വാഹനം, അങ്ങനെയൊക്കെ ഉള്ളതും കൂടെ ഈ ഇൻഷുറൻസിൽ ആഡ് ചെയ്യുമ്പോൾ അതിന് നല്ല വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാറെല്ലാം ഒരുമിച്ച് ഒരേ ഇൻഷുറൻസിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ആഡ് ചെയ്യുന്നത് ഒരു ബെറ്റർ ആയിരിക്കും. കാരണം റെന്റിങ് വീടാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീടിന് കവറേജ് കിട്ടും, പ്ലസ് നമ്മുടെ ഓവറോൾ പ്രൈസ് ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് നോ ക്ലെയിം എന്നുള്ളത്. അതായത് നമ്മൾ ഇതിനു മുമ്പ് ക്ലെയിം ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇൻഷുറൻസ് ഒരിക്കലും ക്ലെയിം ചെയ്തിട്ടില്ല, നമുക്ക് ആക്സിഡന്റ് ഒന്നും വന്നിട്ടില്ല, നമുക്ക് ക്ലെയിം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ 1, 2, 3 വർഷമൊക്കെ ക്ലെയിം ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൈസ് ഡ്രാസ്റ്റിക്കലി പിന്നെ റിന്യൂ ചെയ്യുമ്പോൾ നന്നായിട്ട് കുറയുന്നത് കാണാം. നമ്മൾ ഇതുവരെയും ക്ലെയിം ചെയ്തിട്ടില്ല, നമ്മൾ അത്രയ്ക്ക് കെയർഫുൾ ഡ്രൈവർ ആണെങ്കിൽ നമുക്ക് പിന്നെ നന്നായിട്ട് ഇൻഷുറൻസിന്റെ റേറ്റ് കുറഞ്ഞു വരുന്നത് കാണാം. അത് ഈവൻ നമ്മൾ 1 ഇയർ ആണെങ്കിലും കൂടെ നമ്മുടെ പ്രീവിയസ് 1 ഇയറിൽ നമുക്ക് നോ ക്ലെയിം ആണെങ്കിൽ അത് ഉറപ്പായിട്ട് ആഡ് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ് മാക്സിമം നമ്മൾ മേടിച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ഫാക്ടേഴ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അവസാനം നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഒരു കോട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1200 ഇരിക്കട്ടെ. ഇപ്പം നമ്മുടെ കറണ്ട് പോളിസി ഇപ്പോൾ 1400 ഇപ്പം നമുക്കൊരു 1200 കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് കയറി ആ പോളിസി എടുക്കരുത്. നമ്മൾ ഫ്രണ്ടിൽ വെച്ചേക്കുക. അത് നമ്മൾ കറണ്ട് പോളിസി ഹോൾഡറിനെ വിളിക്കുക. നമ്മുടെ നിലവിലെ പോളിസി ഉള്ളവരെ വിളിച്ചിട്ട് അവരോട് സംസാരിക്കുക. എനിക്കിതുപോലെ എൻ്റെ പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ മാറ്റം വന്നപ്പോൾ എനിക്ക് ഇത്ര രൂപയിൽ കുറഞ്ഞ കോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലും ബെറ്റർ പ്രൈസ് തരാനുണ്ടോ എന്നുള്ള രീതിയിൽ അവരോട് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുക. അവരെന്തായാലും ഉറപ്പായിട്ടും കസ്റ്റമർ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് കുറഞ്ഞ കോട്ടേ തരത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഏകദേശം 1 അവറോളം കോളിലിരിക്കുകയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുകയും അവരോട് തിരിച്ചവർ മറുപടി പറയുന്നത് കേട്ട് നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്ത് അങ്ങനെ ചിലപ്പോൾ ഒരു 1 അവറോളം കോളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ സ്പെൻഡ് ചെയ്താലും പ്രശ്നമില്ല. നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തായാലും ആ കറണ്ട് പോളിസി ഹോൾഡർ നമുക്ക് എന്തായാലും പൈസ കുറച്ച് തരും. പൈസ കുറച്ച് നന്നായിട്ട് സംസാരിച്ച് പൈസ കുറച്ച് മേടിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ സെയിം പോളിസി ഹോൾഡർ ആണെങ്കിൽ നമുക്ക് ഗുണമാണ് അല്ലേ. നമ്മൾ 3 വർഷമായിട്ട് ഒരേ പോളിസിയാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നെ അങ്ങോട്ടായാലും നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും ഒരേ പോളിസി ഹോൾഡർ ആകുമ്പോൾ. അപ്പം നമ്മൾ കോട്ട് കുറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ആ പോളിസിയിലേക്ക് ചാടി കയറരുത്. നമ്മുടെ കറണ്ട് ഹോൾഡറിനെ വിളിച്ച് സംസാരിച്ച് ഒരു ഡിസിഷനിലേക്ക് എത്തുക. അവർ കുറയ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് ഓക്കെ മാറ്റാം. പക്ഷെ അവർ കുറയ്ക്കും. ഉറപ്പായിട്ട് എല്ലാ പോളിസി ഹോൾഡേഴ്സും കുറയ്ക്കും. കുറച്ച് നമുക്ക് കുറഞ്ഞ കോട്ടിൽ അതിലും ഒരുപാട് താഴ്ത്തി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ബാർഗെയിൻ ചെയ്ത് സംസാരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഫാക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു പകുതിയോളം പൈസയിൽ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ ഫാക്ടേഴ്സും ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് നല്ലൊരു കോട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹോൾഡറിനെ വിളിച്ച് നിങ്ങൾ ഒന്നും കൂടെ സംസാരിച്ച് മാക്സിമം പൈസ കുറച്ച് ബാർഗെയിൻ ചെയ്തെടുത്ത് നിങ്ങൾ പോളിസി റിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ കേസിൽ എന്ന് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കേസിൽ പറയാനാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കേസിൽ പറയാനാണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് പോളിസി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1200 പൗണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വട്ടം റിന്യൂ ചെയ്യാൻ വേണ്ടി ആദ്യം നോക്കിയപ്പോൾ ഒരു 1007 തൊട്ടുള്ള കോട്ടുകൾ നമുക്ക് കിട്ടിയായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ കറണ്ട് ഹോൾഡറിനെ വിളിച്ച് സംസാരിച്ച് ഏകദേശം 1.5 hours ഡിസ്കഷൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കഴിഞ്ഞ് ബാർഗെയിൻ ചെയ്ത് വന്നപ്പം എനിക്ക് ഏകദേശം 800 പൗണ്ടിൽ താഴെയാണ് എനിക്ക് അവസാനം കോട്ട് വന്നിരിക്കുന്നത്. അതിലാണ് ഞാൻ റിന്യൂ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് വന്നത് അത് വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. കഴിഞ്ഞ പോളിസിയിൽ നിന്നും ഇത്രയും ഫീച്ചേഴ്സും കിട്ടി, പിന്നെ ഇത്രയും കോസ്റ്റും കുറഞ്ഞു കിട്ടി. അത്ര നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഈ വട്ടത്തെ ഇതിൽ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇപ്പം ഇതിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ടാക്കിൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും നല്ല കുറഞ്ഞ എമൗണ്ടിൽ പ്ലസ് എക്സ്ട്രാ ഫീച്ചേഴ്സോട് കൂടി പുതിയ കാർ ഇൻഷുറൻസ് റിന്യൂ ചെയ്തെടുക്കാവുന്നതാണ്. സോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ കാർ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നവർക്കും കാറുള്ളവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. താങ്ക്സ് ഫോർ സപ്പോർട്ട്. സീ യു. ബൈ.